നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ സ്പോർട്സ് ക്യാമ്പസിൻ്റെ മെയിൻ എൻട്രൻസ്. അവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. നേരെ പോകുന്നത് കോളേജ് ക്യാമ്പസിൻ്റെ മെയിൻ ബിൽഡിങ്ങിലേക്കാണ്. 1 മണിക്ക് അവൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ട്. നല്ല വെയിലാണ്. പക്ഷേ ആ വെയിലിൻ്റെ തീവ്രത നല്ലോണം ഉണ്ടെങ്കിലും, വെയിൽ നല്ല ചൂടുണ്ടെങ്കിലും നമുക്ക് ആ ചൂട് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ഏകദേശം നല്ല ക്ലൈമറ്റാണ്. നല്ല കാറ്റും നല്ല തണുപ്പുമുള്ള ക്ലൈമറ്റാണ്. ചുണ്ടും സ്കിന്നൊക്കെ നല്ലോണം വലിയുന്നുണ്ട്. ഞാനൊരു വെളിച്ചെണ്ണേൻ്റെ കുപ്പി വാങ്ങി. ചുണ്ടൊക്കെ പൊട്ടുന്നുണ്ട്, വലിഞ്ഞു പൊട്ടുന്നുണ്ട്. ക്ലൈമറ്റ് നല്ല സുഖമുള്ള ക്ലൈമറ്റാണ്, വെയിലുണ്ടെങ്കിലും. വലിയ ക്യാമ്പസാണ്. ഒരുവിധം എല്ലാവിധ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ആ കാണുന്ന റൈറ്റ് സൈഡിൽ ആ കാണുന്ന സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ വോളിബോൾ കോർട്ട്, അങ്ങനെ ഒരുപാട് ഏരിയകളിൽ വിവിധതരം സ്പോർട്സ് ഐറ്റംസ് കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാമ്പസാണിത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ. ഒരു രീതിയിലുള്ള അലമ്പും കാര്യങ്ങളൊന്നുമില്ലാതെ വളരെ സൗമ്യതയോടുകൂടി എല്ലാവരും പരസ്പരം കോപ്പറേറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗസ്റ്റ് ഹൗസാണ് കാണുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഏരിയയാണ് ഇവരെ ക്ലാസ് നടക്കുന്നത്. ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഹാളിലാണ് ക്ലാസ് നടക്കുന്നത്. ആ കാണുന്നതാണ് മെയിൻ ബിൽഡിങ്, കോളേജിൻ്റെ മെയിൻ ബിൽഡിങ്ങാണ് അതാ കാണുന്നത്. മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അവർ വലിയ ഭൂസ്വത്തുക്കളുടെ ഉടമയായിരുന്നു എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല. അവർ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള ഏരിയയാണിത്. ഏകദേശം ഒരു 1000 ഏക്കറോളം കണ്ടിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള സ്ഥലമാണ്. അത്രയും വലിയൊരു ഏരിയ അമരീന്ദർ സിംഗിൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഭൂപീന്ദർ സിംഗോ അങ്ങനെ എന്തോ ആണ് പേരെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ദാനം ചെയ്തിട്ടുള്ള ഏരിയയാണ്. ഷോർട്ട് കട്ട് പിടിക്കുകയാണ്. ആ കാണുന്ന പിന്നെ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്താണ് സ്വിമ്മിംഗ് പൂള്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് വോളിബോൾ കോർട്ട്. പിന്നെ അപ്പുറത്ത് കാണുന്ന സ്റ്റെപ്പിൽ കയറി വെള്ളത്തിലേക്ക് ചാടുന്ന ആ സ്പോർട്സ് ഐറ്റത്തിൻ്റെ പേരറിയില്ല, ഒളിമ്പിക്സിലൊക്കെ കാണാം. ഇത് നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ഗുരുദ്വാറിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ നമ്മളെ മുടി മറയ്ക്കാനുള്ള, എല്ലാവരും മുടി മറയ്ക്കണം എന്നാണ്, അതിന് വേണ്ടിയിട്ടുള്ള ടവലാണ്. അത് ഞാൻ കയ്യിൽ കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഫിറ്റ്നസ് സെൻറ്റർ റൈറ്റിൽ കാണുന്നത്. ആ കാണുന്നതാണ് മെയിൻ ബിൽഡിങ്.
ആളെ കാണുന്നില്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങാന്നാണല്ലോ പറഞ്ഞത്. എല്ലാ മാവുമ്പിലും മാങ്ങ ഉണ്ട് കേട്ടോ. കണ്ണിമാങ്ങ ആയിട്ടേ ഉള്ളൂ. ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ്. ശ്രീ അനുരാഗ് സിംഗ് ठाकुर കേന്ദ്രീയ കാര്യക്രम और खेल तथा सूचना एवं प्रसारण മന്ത്രി. 2023 ശ്രീ അനുരാഗ് സിംഗ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. 2023 ഓഗസ്റ്റ് 28 തീയതിയാണിത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഓഡിറ്റോറിയം ഹാളിൻ്റെ ഉള്ളിലേക്ക്. ഈ വഴി നേരെ പോയാലാണ് ഞാൻ താമസിക്കുന്ന ഗുരുദ്വാറിൻ്റെ അങ്ങോട്ടുള്ള ഗേറ്റ്. ഇതിലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറ്. ഇന്ന് ഞാൻ പുറത്തുകൂടെ വട്ടം കറങ്ങി മെയിൻ ഗേറ്റിലേക്ക് വന്നതാണ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ശ്രീ മൊറാർജി ദേശായി, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 1977 ഒക്ടോബർ 10 ഓപ്പൺ ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് പ്രവേശനം ഉണ്ടോ എന്നുള്ള അറിയില്ല. ഏതായാലും ഞാൻ ഫോണൊന്ന് ഓഫാക്കിയിട്ട് മേലേക്ക് കയറട്ടെ. കംപ്ലീറ്റ് CCTV ആണ്. ഖേലോ ഇന്ത്യൻ്റെ ബോർഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കോർട്ടുകൾ. സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊന്നുമില്ല. സ്വിമ്മിംഗ് പൂളിൽ എല്ലാവിധ കോർട്ടുകളും ഉണ്ട്. അവിടെ കാണുന്നില്ല. തിരിച്ചിറങ്ങട്ടെ. ഫോണും എടുക്കുന്നില്ല. ബിസിയാണെന്ന് തോന്നുന്നുണ്ട്.